നമ്മൾ ജനനായകനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട വേറൊരു സിനിമയുണ്ട്. അത് പരാശക്തിയാണ്. സുധാ കൊങ്കര സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, രവി മോഹൻ, അഥർവ, ശ്രീലീല എന്ന വമ്പൻ താരനിരയുമായിട്ട് എത്തുന്ന സിനിമയാണ് പരാശക്തി. പരാശക്തി ആവട്ടെ ജനനായകന് ക്ലാഷ് വെച്ച് കട്ടയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. തിയേറ്ററുകളിൽ ജനനായകൻ റിലീസാകുന്ന ദിവസം ജനുവരി 9 പരാശക്തി റിലീസാകാൻ പോകുന്ന ദിവസം ജനുവരി 10 14 ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ റിലീസ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ അധികമൊന്നും കാണാത്ത, കേട്ടുകേൾവിയില്ലാത്ത പ്രീപോണ്ടിങ് പരിപാടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന പോസ്റ്റ്പോണ്ടിങ് പരിപാടിയാണ്. ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം വർക്കുകളൊന്നും തീർന്നില്ല, അതുകൊണ്ട് നമ്മൾ വേറൊരു തീയതിയിലോട്ട് മാറ്റുന്നു, തള്ളുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇവിടെ പ്രീപോണ്ട് ചെയ്യുകയാണ്. അപ്പം ആ പ്രീപോണ്ട് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് വരുന്നൊരു കാര്യമുണ്ട്. അതായത് ശിവകാർത്തികേയൻ വിജയുടെ പടത്തിന് വട്ടം വയ്ക്കാൻ മാത്രമായോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ന്യായമായ ചോദ്യമാണ്, തർക്കമൊന്നുമില്ല. ഇപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയിൽ, അതായത് ഗോട്ടിൽ, വെങ്കട് പ്രഭു ശിവകാർത്തികേയനെ കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് ഒരു ക്യാമിയോ റോളിൽ ശിവകാർത്തികേയനെ വിജയ് തമ്മിലൊരു ഫേസ് ഓഫിൽ തുപ്പാക്കി പുടിങ്ക ശിവ എന്ന് പറഞ്ഞിട്ട് വിജയ് ശിവകാർത്തികേയൻ്റെ കയ്യിൽ ഒരു തോക്കേൽപ്പിക്കുന്നുണ്ട്. ആ തോക്കേൽപ്പിക്കുന്നത് പോലും വിജയ് ഇനി സിനിമകളിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴേക്കും അടുത്ത വ്യക്തി എന്ന രീതിയിൽ വിജയ് കണ്ടെത്തുന്ന വ്യക്തിയുമായിട്ട് ശിവകാർത്തികേയനായി എന്ന് മാറ്റി കൊണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റിയെങ്കിൽ പോലും ഇതാ ഇപ്പോൾ വിജയുടെ അവസാനത്തെ സിനിമയ്ക്ക് ക്ലാഷ് വെക്കാൻ മാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയുടെ സിനിമയ്ക്ക് അങ്ങനെ ക്ലാഷുകൾ കാണുന്നത് വളരെ കുറവാണ്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടൊരു ക്ലാഷ് എന്ന് പറയുന്നത് വാരിസും തുനിവും തമ്മിലുള്ള ഒരു ക്ലാഷാണ്. അതായത് വിജയ് ചിത്രം വാരിസിൻ്റെയും അജിത് ചിത്രമായ തുനിവിൻ്റെയും ക്ലാഷാണ്. അത് ഓക്കെയാണ്, കാരണം രണ്ടുപേർക്കും അമ്മാതിരി ഫാൻ ബേസ് അവിടെ ഉണ്ട്. രണ്ടുപേരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്, അത്രയധികം ഉണ്ട്. പക്ഷേ ശിവകാർത്തികേയനെ പോലെ ആങ്കറായി വന്നൊരു വ്യക്തി, പിന്നീട് തൻ്റേതായ കഠിന പ്രയത്നം കൊണ്ട് നായകനായി വന്ന വ്യക്തി തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ രണ്ടുപേരുടെയും നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോൾ എവിടെയോ ഒരു ഇത് ലൈക്ക് ശിവകാർത്തികേയൻ സോ ജൂനിയർ ടു വിജയ്, അതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ ആ ജൂനിയർ സീനിയർ തമ്മിലുള്ള ക്ലാഷ് കാണുമ്പോഴാണ് ബോക്സ് ഓഫീസിലൊരു തീപ്പൊരി വരാൻ പോകുന്നത്. ഇതിപ്പോൾ പറയാനുള്ള കാരണം, ജനുവരി 9 റിലീസ് വരുന്നുണ്ടെങ്കിൽ പോലും പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് വരുന്നത് ജനുവരി 3 ചിത്രത്തിൻ്റെ റിലീസ് ജനുവരി 10 ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് നമ്മൾ കണ്ടതാണ് മലേഷ്യയിൽ വെച്ച് ബുക്കിംഗ് ജലീൽ സ്റ്റേഡിയത്തിൽ. കഴിഞ്ഞ മാസം ഡിസംബർ 27 ആ ഓഡിയോ ലോഞ്ച് നടന്നത്. അതേ സമയത്തായിരുന്നു. ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ മാത്രമാണ് ശിവകാർത്തികേയൻ്റെ പടമായ പരാശക്തിയുടെ ക്ലാഷ്. അങ്ങ് തെലുങ്കിൽ പ്രഭാസ് ഒരു ക്ലാഷ് വയ്ക്കുന്നുണ്ട്. അത് ജനനായകൻ റിലീസ് ഡേയുടെ അന്ന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. രാജാ സാബ് എന്നാണ് സിനിമയുടെ പേര്. മാരുതിയാണ് സിനിമയുടെ സംവിധായകൻ. 3 നായികമാർ ആ ചിത്രത്തിലുണ്ട്. മാളവിക മോഹൻ, നിധി അഗർവാൾ ഉൾപ്പെടെ ആണ് നായികമാരുള്ളത്. അത് റിലീസ് ജനുവരി 9 ഇത് വിജയുടെ ചിത്രത്തിൻ്റെ അതേ ദിവസം. ശിവകാർത്തികേയൻ നമുക്ക് ഒരു ദിവസം മാറ്റിയതെങ്കിലും പറയാം. ഇത് അതേ ദിവസമാണ് പ്രഭാസ് ക്ലാഷ് വയ്ക്കുന്നത്. ആൻഡ് പ്രഭാസ് ചിത്രമായ രാജാ സാബിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നതും അതേ ഡിസംബർ 27 അതായത് അത് പക്ക ക്ലാഷാണ്. അത് നമുക്ക് രണ്ട് ഇൻഡസ്ട്രികൾ തമ്മിലുള്ള ക്ലാഷ് എന്നെങ്കിലും വിളിക്കാം. അതുകൊണ്ട് പ്രഭാസിൻ്റെ അതൊരു കോമഡി, ആക്ഷൻ, ഹൊറർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ജോണറാണ്. എത്രമാത്രം തിയേറ്ററിൽ വർക്കാവുക എന്നുള്ളത് അറിയില്ല, ജഡ്ജ്മെൻറ്റിലാവുകയല്ല. പക്ഷേ വലിയ ഹൈപ്പ് പ്രഭാസ് ആരാധകർ പോലും ആ സിനിമയ്ക്ക് വെക്കുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ സംവിധായകൻ പറഞ്ഞത്, നിങ്ങൾ 1% പോലും ഈ സിനിമ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല, അങ്ങനെ എങ്ങാനും ഡിസപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് അഡ്രസ്സ് ഉൾപ്പെടെ സംവിധായകൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരേ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഈ രണ്ട് ക്ലാഷുകളെ കുറിച്ചാണ്. സുധാ കൊങ്കര എന്ന സംവിധായകയെക്കുറിച്ച് ഇവിടെ ആർക്കും അവരുടെ കഴിവിനെക്കുറിച്ചും തർക്കമൊന്നുമില്ല. മണിരത്നം സ്കൂളിൽ നിന്ന് വന്ന് അവരുടേതായ കഠിന പ്രയത്നം കൊണ്ട് സിനിമകളെടുത്ത് അതെല്ലാം ഗംഭീരമായ വിജയങ്ങളാക്കി മാറ്റിയ സംവിധായികയാണ് സുധാ കൊങ്കര. ശിവകാർത്തികേയനും അതേപോലെ തന്നെ തന്നാൽ ഉഴച്ച് പ്രയത്നിച്ച് വന്ന ഒരു നടനും കൂടിയാണ് ശിവകാർത്തികേയൻ. ഇപ്പം ശിവ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഗംഭീര പൊസിഷനാണ്. മദരാസി ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മദരാസിക്ക് ഒരു ബോക്സ് ഓഫീസ് നമ്പർ ഉണ്ട്. അത് ശിവകാർത്തികേയൻ കാരണം മാത്രം ഉണ്ടാക്കിയെടുത്ത ബോക്സ് ഓഫീസ് കളക്ഷനാണ്. അതിവിടെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല. ഈ വരാൻ പോകുന്ന സിനിമയിൽ തന്നെ അഥർവയും രവി മോഹനും ശ്രീലീലയും ഉൾപ്പെടെ ഉണ്ട്. ആൻഡ് അതൊരു ബാക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത് കുറച്ച് പാസ്റ്റാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഡ്രോപ്പിലൊക്കെ വരുന്നൊരു സിനിമയും കൂടിയാണ്. അപ്പം എങ്ങനെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നുള്ള ചോദ്യമൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ക്ലാഷ് റിലീസ് വളരെ ഞെട്ടലോടെ നോക്കുന്നുണ്ട്. ആൻഡ് പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് ജനുവരി 3 എന്താണ് ശിവകാർത്തികേയൻ അതിൽ പറയാൻ പോകുന്നത്? ഇപ്പോൾ ഈ ഡിസംബർ 27 നടന്ന ഓഡിയോ ലോഞ്ചിൽ വിജയ് അങ്ങനെ രാഷ്ട്രീയമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കണ്ട റീലുകളിലോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളിലോ ഒന്നും തന്നെ രാഷ്ട്രീയക്കാരനായ വിജയ് അങ്ങനെ എറിച്ച് നിൽക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ല. കാരണം മലേഷ്യയിലാണ്, അവിടെ TVKയുടെ കൊടി ഉൾപ്പെടെ അവർ ബാൻ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് നടത്താൻ മലേഷ്യ അവർ സമ്മതിച്ചില്ല.
അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ഓഡിയോ ലോഞ്ച് നടത്തിയിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ശിവകാർത്തികേയൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും ശിവകാർത്തികേയൻ ഒരു മറുപടി പറയും ജനനായകനൊപ്പം ക്ലാഷ് വെച്ചതിന്. കാരണം കൃത്യമായ വിമർശനങ്ങൾ പരാശക്തി ടീം കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജനനായകനൊപ്പം റിലീസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം, അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി എന്തായിരിക്കും ശിവകാർത്തികേയൻ പറയാൻ പോകുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ്. ആൻഡ് ഇത് ഒരുപക്ഷെ ശിവകാർത്തികേയന് വലിയൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ് പരാശക്തി. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനോ ഈ സിനിമയ്ക്ക് അങ്ങനെ അങ്ങ് ലെറ്റ് ഓഫ് ചെയ്യാനോ ഇവർ സമ്മതിക്കില്ല. കാരണം ഈ സിനിമയ്ക്ക് ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. ആ ഹേർഡിൽസിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സിൽ പ്രീ പ്രൊഡക്ഷൻസിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ റിലീസ് ടൈമിലും കൂടി അത് നടക്കില്ല. കാരണം ശിവകാർത്തികേയനെ വളരെയധികം ഉറ്റുനോക്കുന്ന, അദ്ദേഹത്തിന് വളരെയധികം കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ് പരാശക്തി. സോ എന്തായിരിക്കാം ഓഡിയോ ലോഞ്ചിൽ ശിവകാർത്തികേയൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് സിനിമാ പ്രേക്ഷകർ.